ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 വിങ്സ് ഓഫ് ഹോപ്പ് ആണ്. അതിലെ ആദ്യ ചാപ്റ്ററായ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ മീനിങ് വിത്ത് അപ്രിസിയേഷൻ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ പാർട്ട് 2 ക്ലാസ് ആണ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ അത് ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ്. എമിലി ഡിക്കിൻസന്റെ പോയമാണ് ഇത്. നമ്മുടെ പാർട്ട് 2 ക്ലാസ് ആണ്. ആക്ടിവിറ്റീസ് ആൻസേഴ്സ്. അപ്പോൾ ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്നതിൽ ആദ്യ ചോദ്യം വരുന്നത് വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദ പോയം. ഹോപ്പ് എന്തായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്? ആൻസർ, ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ലിറ്റിൽ ബേർഡ്. ഒരു പക്ഷി, ഒരു ചെറിയ പക്ഷിയോടാണ് ഇവിടെ അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ദ വേർഡ്സ് ഹോപ്പ് പർച്ചേസ് ഇൻ ദ സോൾ? Answer, by these words the poet means that hope is not something from the outside. From outside എന്ന് മതി, ഫ്രം ദി ചേർത്തണം എന്ന് നിർബന്ധമില്ല. ഫ്രം ഔട്ട്സൈഡ്, ബട്ട് എ ഫീലിംഗ് ദാറ്റ് ലിവ്സ് ഡീപ്പ് ഇൻസൈഡ് എ പേഴ്സൺസ് സോൾ. ഇറ്റ് ഈസ് ഓൾവേസ് പ്രസന്റ് വിത്തിൻ us. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സോങ് ദാറ്റ് ദ ബേർഡ് സിംഗ്? ബേർഡ് പാടുന്ന പാട്ടിന് എന്താണ് സ്പെഷ്യാലിറ്റി? ദ സ്പെഷ്യൽ തിങ് അബൌട്ട് ദ സോങ് ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ വേർഡ്സ്. അതിന് വേർഡ്സ് ഇല്ല. ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓർ എ ട്യൂൺ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിതൗട്ട് ലാംഗ്വേജ്. ഭാഷയില്ലാതെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് സിങ്സ് കണ്ടിന്യൂസ്ലി വിതൗട്ട് സ്റ്റോപ്പിംഗ്. അതായത് നിർത്താതെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, ഹൗ ഈസ് ദ ബേർഡ് സോങ് ഹേർഡ് ഇൻ ദ ഗെയിൽ? അപ്പോൾ ഗെയിലിൽ എങ്ങനെയാണ് ബേർഡിന്, കൊടുങ്കാറ്റാണ്, അതിലെങ്ങനെയാണ് ഈ ബേർഡിൻ്റെ സോങ് കേട്ടത്? ദ ബേർഡ് സോങ് ഈസ് ഹേർഡ് ആസ് എ സ്വീറ്റസ്റ്റ് സൗണ്ട് ഡ്യൂറിങ് എ ഗെയിൽ. അപ്പോൾ ഒരു കൊടുങ്കാറ്റുള്ള സമയത്തും സ്വീറ്റസ്റ്റ് ആയിട്ട് ആ സൗണ്ട് കേൾക്കുന്നു. ദിസ് മീൻസ് ദാറ്റ് ഹോപ്പ് ഫീൽസ് മോസ്റ്റ് പ്രഷ്യസ് ആൻഡ് പവർഫുൾ ഡ്യൂറിങ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസ് ഓഫ് അവർ ലൈഫ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വീറ്റസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് നമ്മളെ ജീവിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്ടറാണ്. അടുത്ത ചോദ്യം, വേർ ഹാസ് ദ പോയറ്റ് ഹേർഡ് ദ ബേർഡ് സോങ്? ബേർഡിൻ്റെ പാട്ട് പോയറ്റ് എവിടെ നിന്നാണ് കേൾക്കുന്നത്? ദ പോയറ്റ് ഹാസ് ഹേർഡ് ദ ബേർഡ് സോങ് ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ് സിറ്റുവേഷൻ. ഏറ്റവും ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ് സിറ്റുവേഷനിലും കേൾക്കുന്നുണ്ട്. വിച്ച് ഷീ ഡിസ്ക്രൈബ്സ് ആസ് ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ദ സ്ട്രേഞ്ചസ്റ്റ് സീ. ചില്ലസ്റ്റ് ലാൻഡും സ്ട്രേഞ്ചസ്റ്റ് സീയിലും ഒക്കെ അതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് ഈ പക്ഷിയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഡു ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് സ്ട്രേഞ്ചസ്റ്റ് സീ റെപ്രസെൻ്റ് ആണ്. Chillest land and strangest sea represent the most difficult, lonely and hopeless situations a person can face in life. They are metaphors for our toughest times. ഇനി ലെറ്റ്സ് അപ്രിഷിയേറ്റിൽ വരുന്ന ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളാണുള്ളത്. ഓരോന്നിൻ്റെ ഉത്തരങ്ങളായിട്ട് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഡസ് ദ സ്റ്റോം ഇൻഡിക്കേറ്റ് ഇൻ ദ പോയം? സ്റ്റോം കൊടുങ്കാറ്റാണ്. ആൻസർ, ഇൻ ദ പോയം ദ സ്റ്റോം ഇൻഡിക്കേറ്റ്സ് ദ ഹാർഡ്ഷിപ്സ്, സോറോസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൊടുങ്കാറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ബിഗ് പ്രോബ്ലംസ് ദാറ്റ് ട്രൈ ടു സൈലൻസ് അവർ ഹോപ്സ്. ഹോപ്പാണ്. അടുത്തത്, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ലൈൻസ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ? Answer, poet means that hope is a completely selfless feeling. It gives us comfort and strength during our worst but never asks for anything in return. അടുത്ത question, how do the images of the bird and the storm help us understand the poem? The image of the bird helps us understand hope as something gentle, constant and alive that sings inside us. The image of the storm helps us understand life's big challenges and problems. By comparing these two, the poet shows that even when life's storms are very strong, the little bird of hope keeps singing to give us strength. This makes the poem's meaning very clear and powerful. ഇനി ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റിൽ ആക്ടിവിറ്റി 1 ആണ്. താഴെ തന്നിരിക്കുന്ന ലൈൻസ് വായിക്കൂ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. വാട്ട് പിക്ചർ ഡു യു ഗെറ്റ് വെൻ യു റീഡ് ദീസ് ലൈൻസ് ആണ്. ഇതൊരു ഇമേജറി ആണ്. താഴെ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് കേട്ടോ. ദ വേ ദ പോയറ്റ് യൂസസ് ഇമേജസ് ടു ക്രിയേറ്റ് സെൻസറി എക്സ്പീരിയൻസസ്. ദി ഇമേജസ് മേ അപ്പീൽ ടു എനി ഓർ ഓൾ ഓഫ് ദ 5 സെൻസസ്: സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്.
അടുത്തത് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് ആണ്. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിത്ത് എക്സാമ്പിൾ ഇത് ഫില്ല് ചെയ്യണം. കൈൻഡ്സ് ഓഫ് ഇമേജറി, ആദ്യം വിഷ്വൽ ആണ്. വിഷ്വൽ ഇമേജറിയിൽ ഇവിടെ കളേഴ്സ് പറയുന്നത് എ റെഡ് റോസ്, ഓൾഫാക്ടറി സ്മെൽ ഓർ ഫ്രാഗ്രൻസ്, സെൻറ്റ് ഓഫ് റെയിൻ ഓൺ ഡ്രൈ എർത്ത്. അടുത്തത് ഓഡിറ്ററിയിൽ നമുക്ക് മ്യൂസിക് ആണ്, ദ ലൗഡ് റോർ ഓഫ് എ ലയൺ. അടുത്തത് ഗസ്റ്റേറ്ററി ടേസ്റ്റ് ആണ്, സ്വീറ്റ് എ ജ്യൂസി റൈപ്പ് മാംഗോ. അടുത്തത് ടാക്ടൈൽ ടച്ച് ആണ്, സ്മൂത്ത് എ സോഫ്റ്റ് സിൽക്ക് ക്ലോത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കൈൻഡ്സ് ഓഫ് ഇമേജറി നിങ്ങൾക്ക് ആ പോയട്രിയിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് Now, shall we list the different kinds of images in the poem? Let's fill in the table. ഇതിൽ വരുന്ന visual images ആണ്. Hope is the thing with feathers and that perches in the soul. Auditory image ആണ്, and sings the tune without the words and never stops at all. അടുത്തത് activity 2. Look at the lines below and note the word at the end of each line. And sweetest in the gale is heard that could abash the little bird. Do the endings of those words sound alike? What do we call such words? അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഹേർഡ് ബേർഡ് എന്നൊക്കെ പറയുന്ന റൈമിംഗ് വേർഡ്സ് ആണ്. ദ വേർഡ്സ് ഹേർഡ് ആൻഡ് ബേർഡ് ആർ റൈമിംഗ് വേർഡ്സ്. Their ending sound similar, making the poem more musical. Such words at the end of lines in a poem are often called rhyming pair. Now let's find the other rhyming pairs in the poem. Heard bird ആണ്. അപ്പം നമുക്കിവിടെ ഈ എൻഡിങ്ങിൻ്റെ ഡു ദ എൻഡിങ്സ് നോക്കാം. യെസ്, ദ എൻഡിങ്സ് ഓഫ് ദ വേർഡ്സ് ഹേർഡ് ആൻഡ് ബേർഡ് സൗണ്ട് അലൈക്ക്. വി കോൾ സച്ച് വേർഡ്സ് റൈമിംഗ് വേർഡ്സ്. അടുത്തത് ഹേർഡ് ബേർഡ്, സ്റ്റോം വാം, സീ മീ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ഫോളോവിങ് ലൈൻസ്. ഏതാ? ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ തന്നെയാണ്. വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഹോപ്പ് ഈസ് കൺസിഡർ ആസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ആണ്. എ ഡയറക്റ്റ് റിലേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ഹോപ്പ് ആൻഡ് എ ബേർഡ്. അപ്പോൾ ഇതൊരു മെറ്റഫറാണ്. മെറ്റഫർ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ദാറ്റ് പ്രസൻറ്റ്സ് ടു അൺറിലേറ്റഡ് ഒബ്ജക്ട്സ് ഓർ എക്സ്പീരിയൻസസ് ആസ് വൺ ആൻഡ് ദ സെയിം. നൗ pick out the other instances of metaphor in the poem. The chillest land and strangest sea ആണ്. Chillest land, this is a metaphor for the most difficult and desperate times in a person's life. Strangest sea ആണെങ്കിൽ this is a metaphor for unknown, confusing or frightening situations. നമുക്കറിയാത്ത, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ആണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. We use metaphors not only in literary context but even in our everyday speech. Read the following metaphors and add your examples to the list. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മൾ ഒരുപാട് മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. ലൈഫ് ഇസ് എ ജേർണി, നോളജ് ഈസ് ലൈറ്റ്, ബുക്സ് ആർ വിൻഡോസ് ടു ദ വേൾഡ്, ഐഡിയാസ് ആർ സീഡ്സ്, ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, ടൈം ഇസ് മണി, ലോഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. അടുത്തത് read these lines from the poem and sings the tune without the words and never stops at all. What do you notice about these lines? What effect does the repetition create? ഇത് അനഫോറയാണ്. ഈ കൈൻഡ് ഓഫ് റിപ്പീറ്റേഷൻ നമ്മൾ അനഫോറ എന്ന് പറയും. റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ് ഇൻ എ പോയം ഓർ എ പാസേജ് ഇസ് അനഫോറ. It is often used for emphasis. അപ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്, അപ്പോൾ ആ റിപ്പീറ്റേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അനഫോറ എന്ന് പറയുക കേട്ടോ. Now pick out the instances of anaphora in the poem. The repetition of word and at the beginning of the first 2 lines of the second stanza. Sweetest in the gale is heard and sore must be the storm. Okay. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ് ദാറ്റ് ആണ്. ഇവിടെ ഒരു ആൻഡ് ഉണ്ട് കേട്ടോ, അത് ഇതിൽ കൊടുക്കാതിരുന്നതാണ്. ആൻഡ് ഉണ്ട്. ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. അപ്പോൾ അതിൽ ദാറ്റിൻ്റെ റിപ്പീറ്റേഷൻ. ഇപ്പം ഇങ്ങനെയുള്ളതാണ് അനഫോറ. ബിഗിനിങ്ങിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സപ്പോർട്ട് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.